ഇല്ലാത്ത വേദനയുടെയും പോരാട്ടത്തിൻ്റെയും ഒരു ചക്രത്തിൽ കുടുങ്ങിപ്പോയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിയന്ത്രണാതീതമായി കത്തുന്ന ഒരു തീയുടെ ജ്വാല നിങ്ങളുടെ ജീവിത അശുദ്ധികൾ ശുദ്ധീകരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടോ? വലിയ പ്രക്ഷുബ്ധതയുടെയും പോരാട്ടത്തിൻ്റെയും ഒരു നിമിഷത്തിൽ ദൈവം തൻ്റെ പ്രവാചകനായ യിരെമ്യാവിനോട് സംസാരിക്കുന്നു. തനിക്ക് നിരാശയും തോൽവിയുടെയും ചിന്തയും തോന്നുമ്പോൾ എന്നാൽ ദൈവത്തിൻ്റെ പ്രതികരണം വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുൻപിൽ നിൽക്കാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികെയില്ല. വലിയ പോരാട്ടങ്ങൾക്കും വേദനകൾക്കും ഇടയിൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു, നിർമ്മലീകരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം. ദൈവം എപ്പോഴും തൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു. അവിടെയും സ്വർഗീയ വക്താക്കളാകുവാൻ നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ ശിക്ഷയല്ല, മറിച്ച് വീണ്ടെടുപ്പാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മെ ശിക്ഷിക്കുകയല്ല, എന്നാൽ നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മെ അധികം ദൈവത്തെ പോലെ ആക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവിക യഥാസ്ഥാനം അനുഭവിക്കുന്നതിലൂടെയുള്ള താക്കോൽ മാനസാന്തരമാണ് എന്നിവിടെ വ്യക്തമാകുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ദൈവം നിങ്ങളെ അഗ്നിയിൽ എന്ന പോലെ ശുദ്ധീകരിക്കുകയാണ്. അവൻ നിങ്ങളെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ നിങ്ങളെ സജ്ജരാക്കുന്നു എന്ന് ഓർക്കുക. ശ്രേഷ്ഠകരമായ കാര്യങ്ങൾക്കായി നമ്മെ ഒരുക്കുവാൻ ദൈവത്തെ നാം അനുവദിക്കണം. ഗോഡ് ബ്ലെസ് യു.